അന്നും കരഞ്ഞുകൊണ്ടാണ് ഷാന വീട്ടിലേക്ക് വന്നത്. അവളുടെ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മകളെ. കാരണം ഇന്നെങ്കിലും തൻ്റെ മകൾ സംഗീതത്തിൽ വിജയിച്ച് സമ്മാനവുമായി വരും എന്നത് ആ ഉമ്മക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ കരഞ്ഞുകൊണ്ട് വരുന്ന തൻ്റെ മകളോട് കാര്യം അന്വേഷിച്ചു. എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നത്? ഉമ്മ, അവരെന്നെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചില്ല. അതെന്താ മോളെ? അതെ, എൻ്റെ ഈ തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ കാരണം ദരിദ്രവാസിയാണ് എന്ന് പറഞ്ഞ് അവരെന്നെ ഒഴിവാക്കി. എന്നെ പാടാൻ സമ്മതിച്ചില്ല. സാരമില്ല മോളെ, കാരണം നമുക്ക് വിധിച്ചതല്ലേ വരൂ. എൻ്റെ മോൾക്ക് പാടാൻ കഴിവുള്ള കാര്യമൊന്നും അവർക്കറിയില്ലായിരിക്കും. ഉമ്മ, എൻ്റെ അത്ര പോലും പാടാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളൊക്കെ പാടി. പക്ഷേ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചത് പോലുമില്ല. എൻ്റെ ചെസ് നമ്പർ ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത്രയ്ക്കും വൃത്തികെട്ട വസ്ത്രം ധരിച്ച നീ സ്റ്റേജിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. മോളെ, സാരമില്ല. അതെ, നമുക്കും ഒരു ദിവസം വരുമായിരിക്കും. പക്ഷേ നമ്മുടെ പട്ടിണി മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ട്. എൻ്റെ പൊന്നു മോള്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മ പാത്രം കഴുകുന്ന വീട്ടിലേക്ക് മോള് വന്നോളൂ. അവിടെയാകുമ്പോൾ അത് പാത്രം കഴുകിക്കഴിഞ്ഞാൽ അതിനുള്ള കൂലിയെങ്കിലും കിട്ടും. ആ മോളെ, പിന്നെ നാളെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ കല്യാണമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഉമ്മയെ പാത്രം കഴുകാൻ വേണ്ടിയിട്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ പറഞ്ഞു, ഉമ്മ, അതെ മോളും വാ, നമുക്ക് ഇനി അങ്ങനെ ജീവിക്കാം. അല്ലാതെ പാട്ട് പാടിയിട്ടൊന്നും മോൾക്കൊന്നും കിട്ടും തോന്നില്ല. ഉമ്മ, പാട്ട് പാടാൻ അവസരം പോലും ആരും തരുന്നില്ല എനിക്ക്. പൊന്നു മോളെ, സാരമില്ല. കാരണം നിൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിരുന്നു ഒരു കാര്യം. മോൾക്ക് പാടാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. പിതാവിൻ്റെ ഹാർമോണിയത്തിലൂടെ അവൾ പാട്ടുകൾ പഠിച്ചു. മോൾക്ക് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് സജി, നീ അവൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ നിറവേറ്റാൻ സജിതക്ക് ആയില്ല. കാരണം മറ്റൊന്നുമല്ല, അതെ, തൻ്റെ മകൾ ദരിദ്രവാസിയാണ്. പുതുവസ്ത്രങ്ങൾ വിടാനില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പാട്ടുപാടാൻ പോകുമ്പോൾ തൻ്റെ പൊന്നുമോളുടെ കീറിത്തുന്നിയ ഈ ഒരു വസ്ത്രങ്ങൾ കാണുമ്പോൾ ആർക്കും അറപ്പുളവാക്കും. അതുകൊണ്ടായിരിക്കും. പക്ഷേ പട്ടിണി മാറ്റാൻ എന്ത് ചെയ്യാൻ? വീടുകളിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എച്ചിൽ പാത്രങ്ങൾ കഴുകി മുറ്റമടിച്ച് അകം അടിച്ചുവാരി തുടച്ച് അവരുടെ വിഴുപ്പെല്ലാം അലക്കി കിട്ടുന്ന ആ ഒരു തുച്ഛമായ ക്യാഷ് കൊണ്ട് തൻ്റെ പൊന്നുമോൾക്ക് ഒരു പുതുവസ്ത്രം വാങ്ങാൻ പോലും അവൾക്ക് ക്യാഷ് തികയുന്നില്ലായിരുന്നു. എങ്കിലും അവൾ ഉമ്മയെ ആശ്വസിപ്പിച്ചു. ഉമ്മ കരയണ്ട, മതി, എനിക്കിത് മതി. ഞാൻ ഉമ്മയുടെ കൂടെ ഇനി മുതൽ വീട്ടുജോലികൾക്ക് വരാം. അന്നു മുതൽ അതാ ഉമ്മയുടെ കൂടെ അവൾ വീട്ടുജോലികൾക്ക് പോയി തുടങ്ങി. വെറും 10 വയസ്സ് മാത്രമുള്ള ഷാന എന്ന പെൺകുട്ടി ഉമ്മയുടെ കൂടെ ജോലിക്കിറങ്ങി. അത് ഒരുപാട് എച്ചിൽ പാത്രങ്ങൾ അവൾ കഴുകി അവളുടെ കൈകളാകെ തടിച്ചു വീർത്തിരുന്നു. അത് വെള്ളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരാൻ പോലും സമയമില്ല. ഒരിക്കൽ അവർ ഹോട്ടലിൽ ജോലിക്ക് പോയി. പക്ഷേ അവിടെ പാത്രങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു റെസ്റ്റുമില്ല. ആ കുഞ്ഞു കൈകൾ തളർന്നു. ആ ഉമ്മയും. ശരിക്കും അവർ രണ്ടുപേരും. അത് പിന്നീട് തൻ്റെ മകൾക്ക് അവിടെ ജോലി ഭാരം കൂടുതലാണ് എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, ഇനി എൻ്റെ മോൾ ജോലി ചെയ്യരുത്. കാരണം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. നിൻ്റെ പിതാവ് ഇത് കണ്ടാൽ ഒരു പക്ഷേ എത്ര വിഷമായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടല്ലേ നമുക്ക് ഈ കഷ്ടപ്പാടുണ്ടായത്. മോളെ, സംഗീതത്തിനൊന്നും വിലയില്ലാത്ത കാര്യമാണിപ്പോൾ. പാട്ടുപാടിയാണ് നിൻ്റെ ഉപ്പ ജീവിതം ചിലവഴിച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും തെരുവുകളിലും ആ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, അതെ, സംഗീതം പലർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ല ക്യാഷും കിട്ടുമായിരുന്നു. പക്ഷേ പിതാവ് മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അവസ്ഥ നമുക്കുണ്ടായത്. എന്നാൽ എൻ്റെ പൊന്നുമോളിലൂടെ സംഗീതത്തെ ഉണർത്തിക്കൊണ്ടുവരണമെന്ന് പിതാവ് പറഞ്ഞിരുന്നു. പക്ഷേ സാരമില്ല, എൻ്റെ പൊന്നുമോൾക്ക് പുതുവസ്ത്രങ്ങളില്ലാത്തത് കൊണ്ടും നല്ല മേക്കപ്പും ഒന്നുമില്ലാത്തത് കൊണ്ടും ആരും മോളോട് സഹകരിക്കില്ല. സാരമില്ല, നമുക്കിങ്ങനെ അധ്വാനിച്ച് ജീവിക്കാം. അങ്ങനെ അതാ പിറ്റേ ദിവസം ആ ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹം. അതാ അതിഥികൾ രാവിലെ തന്നെ എത്തിത്തുടങ്ങി. രാവിലെ കൃത്യം 6 മണിക്ക് ഷാനയും സജിതയും അതാ അങ്ങോട്ട് എത്തി. എല്ലാവരും വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. രാവിലെ മുതലേയുള്ള ആ ഒരു ഭക്ഷണം വിതരണം, അതിൻ്റെ പ്ലേറ്റുകളെല്ലാം ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു മൂലയിലെ ആ റൂമിലേക്ക് വാഷ് ബേസിനടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പാവം
ആ ഉമ്മയും ആ മകളും പാത്രങ്ങൾ ഒരുപാട് കഴുകി. എന്നാൽ ഉമ്മക്ക് ഓഡിറ്റോറിയം മൊത്തത്തിൽ അടിച്ചുവാരി തുടക്ക ജോലി ഉണ്ടായിരുന്നു. എല്ലാവരും വലിച്ചെറിയുന്ന ടിഷ്യൂ പേപ്പറുകളും അവിടെ ഒഴുകുന്ന വെള്ളവും ഭക്ഷണം കഴിച്ച വേസ്റ്റും അതെല്ലാം എടുക്കുക, അതും അവരുടെ ഡ്യൂട്ടി ആയിരുന്നു. എന്നാൽ പാവം അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പാത്രം കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ അതാ അവൾ ആ പാത്രങ്ങളെല്ലാം കഴുകി തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളുടെ ഭക്ഷണം കഴിച്ച വേസ്റ്റ് പാത്രങ്ങൾ ഒന്നായിട്ട് ആ അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൾ ഓരോന്നായി കഴുകി കഴുകി അവളുടെ കൈകൾ തളർന്നു പോലെയായി, ഡ്രസ്സാകെ നനഞ്ഞു. എന്നാൽ ഈ സമയം അതാ അവിടെ ഓഡിറ്റോറിയത്തിൽ ഉമ്മർ ഹാജിയുടെ മകളുടെ കല്യാണമാണ്. കോടീശ്വരനായ അദ്ദേഹം എത്ര വില കൊടുത്തും അതെ വളരെയധികം പൊന്നുമോളുടെ വിവാഹം അതിഗംഭീരമാക്കാനാണ് വിചാരിക്കുന്നത്. VVIPകളും സ്പെഷ്യൽ ഗസ്റ്റുകളും സിനിമാ നടന്മാരും അടക്കം പലരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം അത്രക്കും വലിയ VVIP വിവാഹമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ അന്ന് പ്രമുഖയായ ഗായിക സിത്താര നർഗീസിനെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അതെ, ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങുകളെല്ലാം പാടുന്ന സിത്താര നർഗീസ്. വളരെയധികം ലക്ഷങ്ങളാണ് പ്രതിഫലം അവർ വാങ്ങുന്നത്. എന്നാൽ സിത്താര നർഗീസിനെ ആ ഓഡിറ്റോറിയത്തിലേക്ക് പാടുവാൻ വേണ്ടി വിളിച്ചു. എത്രയാണ് പ്രതിഫലം എന്ന് ചോദിച്ചപ്പോൾ 10 ലക്ഷമാണ് ചുരുങ്ങിയത്, അതിനേക്കാൾ തരുന്നവരുമുണ്ട്. അങ്ങനെ അതാ സിത്താര നർഗീസിനെ ബുക്ക് ചെയ്തു. അന്നെല്ലാവരും സിത്താര നർഗീസിൻ്റെ അതിമനോഹരമായ പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്നു. സ്റ്റേജിൽ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സിത്താര നർഗീസ് ഇതുവഴി വരുന്നതാണ്. എല്ലാവരും അവരുടെ പാട്ട് കേൾക്കുവാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. സമയം നീണ്ടുപോയി. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. സിത്താര നർഗീസിനെ വിളിച്ചിട്ട് കിട്ടുന്നു പോലുമില്ല. ശരിക്കും ഉമ്മർ ഹാജി ആകപ്പാടെ ടെൻഷനായി. കാരണം ഇത്രയധികം ആളുകളുള്ള, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് ആ സോങ്ങിന് വേണ്ടി. എല്ലാ ഗസ്റ്റുകളെയും വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ ഇത് എന്ന് അയാൾക്ക് തോന്നിപ്പോയി. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വരുന്നുണ്ടോ, ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഇല്ല സാർ, ഫോണ് പോലും എടുക്കുന്നില്ല. അവൾ ഇങ്ങനെ ആദ്യം തന്നെ പ്രതിഫലം വാങ്ങിച്ചിട്ട് അവൾ ഇങ്ങനെ മുങ്ങാൻ പാടുണ്ടോ? 10 ലക്ഷം 5 പൈസ പോലും കുറയാതെ ഞാൻ അവൾക്ക് എണ്ണിക്കൊടുത്തതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഉമ്മർ ഹാജി ആകപ്പാട് ടെൻഷനായി. എന്നാൽ പലരും അദ്ദേഹത്തെ നോക്കുന്നു. എവിടെ വലിയ ഗായിക വരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നോ എന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷമിക്കണം, നമ്മുടെ ഗായികക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അതാ ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആളുകളെല്ലാം സിത്താരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ സിത്താര വന്നില്ല. ശരിക്കും ഉമ്മർ ഹാജി വളരെയധികം ദേഷ്യപ്പെട്ടു, സങ്കടപ്പെട്ടു. അദ്ദേഹത്തിന് അതിഥികളോട് എന്ത് പറയുമെന്നുള്ള ടെൻഷനായി. എന്നാൽ ഈ സമയം അദ്ദേഹം പറയുന്നു, സിത്താര വരുന്നവരേക്കും ആരെങ്കിലും അറിയുന്നവർ പാട്ട് പാടട്ടെ. എന്തായാലും മ്യൂസിക് സിസ്റ്റം എല്ലാം ഏൽപ്പിച്ചു, എല്ലാം സെറ്റാക്കി വന്നിരിക്കുകയല്ലേ. അവൾ വരാതെ നമ്മളിനിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഈ വേദിയിൽ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് സിത്താര വരുമ്പോഴേക്കും പാട്ട് പാടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ നമ്മൾ ഗായികയുടെ പാട്ട് കൂടി കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കലും പാട്ട് കച്ചേരിയൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. പക്ഷേ ഇതിപ്പോൾ എന്താ വല്ലാത്ത മോശമായിപ്പോയി. എന്താ സിത്താര അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതാ ആ അടുക്കളയിലെ ആ ഒരു പാത്രങ്ങൾ കഴുകുന്ന ആ ഒരു പെൺകുട്ടിയും ആ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയായിരുന്നു. അവൾ കാതോർത്തു. ഒരു നിമിഷം, പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പാടണം. സിത്താര എത്തിയിട്ടില്ല. 10 ലക്ഷം പ്രതിഫലം വാങ്ങിയ സിത്താര എത്തിയിട്ടില്ല. അപ്പോൾ അവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിൽ അവൾ പാത്രം കഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൾ ഓർത്തത്, എനിക്കൊരിക്കലും പാട്ട് പാടാൻ അവസരം ലഭിക്കില്ല. കാരണം എൻ്റെ വസ്ത്രം, തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളും എൻ്റെ തലമുടിയും മേക്കപ്പ് ഇല്ലാത്ത മുഖവും എൻ്റെ പൊതിർന്ന് കൈകൾ എല്ലാം കൂടി കാണുമ്പോഴേ എല്ലാവർക്കും അറപ്പായിരിക്കും. കാരണം പാത്രം കഴുകി കഴുകി എൻ്റെ കൈകളാകെ വെളുത്ത കളറായിട്ടുണ്ട്, ആകെ പൊതിർന്ന് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ആ മയക്ക പിടിക്കാനൊന്നും എനിക്ക് യോഗ്യതയുണ്ടാവില്ല. അവൾ കണ്ണീരൊഴുക്കി. എങ്കിലും വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നു. പക്ഷേ തനിക്ക് യോഗ്യതയില്ലല്ലോ.
എല്ലായിടത്തുനിന്നും ഞാൻ പുറത്താക്കപ്പെടുന്ന പോലെ ഇവിടുന്നും ആകും. അതും ഇത്ര വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഒരു വലിയ ഓഡിറ്റോറിയത്തിലെ ഇത്രക്കും വലിയ ജനസാഗരത്തിനിടയിൽ ഇത്രക്കും ക്യാഷ് കൊണ്ട് കുളിച്ചു നിൽക്കുന്ന ഈ ഒരു മണ്ഡപത്തിൽ ഈ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഞാൻ അവൾ ഒരു നിമിഷം നെടുവീർപ്പിട്ട് എന്ത് ചെയ്യാൻ, ദാരിദ്ര്യം കൊണ്ട് പാട്ടുപോലും പാടാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എനിക്ക് വന്നത് എന്നവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ കണ്ണീരോടെ പതുക്കെ അവൾ പാടിത്തുടങ്ങി ആ ഒരു പാത്രം കഴുകുന്നതിനിടയിൽ. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി എന്ന് തുടങ്ങുന്ന ആ ഒരു സങ്കടകരമായ ആ ഒരു പാട്ട് ആ പെൺകുട്ടി പാത്രം കഴുകുന്നതിനിടയിൽ പാടിത്തുടങ്ങി. ശരിക്കും അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അത് കേട്ടിരുന്നു. ആഹാ, ഈ കുട്ടി നന്നായി പാടുന്നുണ്ടല്ലോ, പാത്രം കഴുകുന്നതിനിടയിൽ അവൾ ഇത്രമാത്രം മനോഹരമായ പാട്ട് പാട്. എന്നാൽ പെട്ടെന്ന് അതാ ആ സെക്യൂരിറ്റി അങ്ങോട്ട് ചെന്നു. മോളെ. ശരിക്കും അവൾ അയാളെ കണ്ടപ്പോൾ ഞെട്ടിത്തിരിച്ചു. ആ സർ, ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല മോളെ, മോള് നന്നായി പാടുന്നുണ്ടല്ലോ. സർ, ഞാൻ അറിയാതെ പാടിപ്പോയതാണ്, ക്ഷമിക്കണം. അതിനല്ല മോളെ, മോള് കേൾക്കുന്നുണ്ടോ അനൗൺസ്മെൻറ്റ്? ഇവിടുത്തെ പ്രിയപ്പെട്ട വരാനിരിക്കുന്ന പ്രതിഫലം വാങ്ങിയ ഗായിക സിത്താര നർഗീസ് വന്നിട്ടില്ല. അവർക്ക് പകരമായിട്ട് തൽക്കാലം ആരെങ്കിലും ഒരു പാട്ട് പാടുമോ എന്ന് മോള് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടോ? ശരിക്കും ആ ഒരു സെക്യൂരിറ്റിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കേട്ടു. പിന്നെന്താ മോളെ നീ വരാതിരുന്നത്? അല്ലോ, അതൊന്നും വേണ്ട. ഞാൻ ഈ വസ്ത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ വേണ്ട. അവൾക്ക് ഭയം തോന്നി. കാരണം മുമ്പുള്ള അനുഭവങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. വസ്ത്രം പഴകിയതിൻ്റെ പേരിൽ, തുന്നിക്കൂട്ടിയതിൻ്റെ പേരിൽ അവളുടെ പല അവസരങ്ങളും എല്ലാവരും നിഷേധിച്ചിരുന്നു. എന്നാലും അവളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ അവൾക്ക് പറ്റാത്ത ആ ഒരു സങ്കടം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ജോലി ചെയ്യുമ്പോഴെല്ലാം പാത്രം കഴുകുമ്പോഴും ഒക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു സങ്കടം തീർക്കുവാൻ വേണ്ടി. വളരെയധികം വേദനാജനകമായ ആ ഒരു പാട്ട് കേട്ടപ്പോൾ ശരിക്കും ജീവനക്കാരൻ പറഞ്ഞു, പൊന്നു മോളെ, നീ കൈ കഴുക്, എന്നിട്ട് ചെല്ല് സ്റ്റേജിലേക്ക്. അത് നിനക്ക് അവസരമുണ്ടാകും തീർച്ചയായും. അവിടെ മൈക്ക് പോയിൻ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് മോളെ. അത് എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ ആരും എഴുന്നേൽക്കുന്നില്ല. മോള് ചെല്ല്. മോളെ, ഉമ്മർ ഹാജി ഇപ്പം മാനക്കേടിലാവും. എല്ലാവരും അയാളെക്കുറിച്ച് പലതും പറഞ്ഞു തുടങ്ങുന്നുണ്ട്, വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മോൾ ചെല്ലണം. ആ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ വാക്ക് കേട്ട് അവൾ ഭയത്തോടെ പറഞ്ഞു, അങ്കിൾ, അത് എനിക്ക് പേടിയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. അല്ല മോളെ, മോള് ചെല്ല്. ഈ വസ്ത്രത്തിലോ? അതിനെന്താ മോളെ, മോള് ചെല്ല്. അങ്ങനെ അതാ അവളെ സെക്യൂരിറ്റി നേരെ ആ ഹാളിലേക്ക് പറഞ്ഞു വിടുന്നു. രണ്ടു ഭാഗത്തുമായി ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. എന്നാൽ ഈ ഒരു പെൺകുട്ടി നടുഭാഗത്തുകൂടെ ആ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുന്നത് കാണുമ്പോൾ എല്ലാവരും മൂക്കുപൊത്തി. അയ്യേ, ഇതെന്താ പാത്രം കഴുകണ അടുക്കളക്കാരി പെണ്ണോ? അയ്യേ, ഡ്രസ്സിലൊക്കെ കണ്ടില്ല, ആകപ്പാടെ വെള്ളവും നെയ്യും എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും മനോഹരമായ ഒരു ഹാള് വൃത്തികേടാക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്? അയ്യേ, ആകപ്പാടെ മുഷിഞ്ഞ മണം. എല്ലാവരും മൂക്കുപൊത്തി അവളെ കണ്ടപ്പോൾ. അവളുടെ പാറിപ്പറന്ന ആ മുടി, മേക്കപ്പ് ഇല്ലാത്ത മുഖം, എല്ലാവരും അത് കണ്ട് ചിരിച്ചു. എന്നാൽ ശരിക്കും അതാ ഉമ്മർ ഹാജിയുടെ മാനം നഷ്ടപ്പെടും ഇപ്പോൾ. കാരണം എല്ലാവരും എഴുന്നേറ്റ് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് നല്ല ഗായിക വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇവിടെ പിടിച്ചിരുത്തിയിട്ട് അയ്യേ, മോശം. ശരിക്കും അതാ അവിടുത്തെ മകളും ആകെ ടെൻഷനിലായിരുന്നു. കാരണം അവളുടെ കല്യാണമാണ്. എൻ്റെ കല്യാണ ദിവസം എൻ്റെ പിതാവ് ഒരിക്കലും അപമാനിക്കപ്പെടരുത് എന്തായിരുന്നു അവളുടെയും പ്രാർത്ഥന. എന്നാൽ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. എന്നാലും ആ ഗായിക സിത്താര നർഗീസ് പറ്റിച്ചല്ലോ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം. വല്ലാത്ത വിഷമത്തിലായിരുന്നു അദ്ദേഹം. വിഷണ്ണനായിക്കൊണ്ട് അയാൾ അവിടെ ഒരു ചെയറിലിരിക്കുന്നു, തലക്ക് കൈയും കൊടുത്ത്. എന്നാൽ ഈ ഒരു പെൺകുട്ടി കടന്നു വരുന്നു അങ്ങോട്ട്. എന്നാൽ അവിടുത്തെ അവരുടെ ഒരു കസിൻ, കുട്ടി എങ്ങോട്ടാ? ഈ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് എങ്ങോട്ടാണ് സ്റ്റേജിലേക്ക്? പോടി പുറത്തേക്ക്. അയ്യേ, എന്താ ഇത്? ഇത്രയും VIP-കളുടെ ഇടയിലേക്ക് ഇത്രയ്ക്ക് മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഒരു പെണ്ണ് നനഞ്ഞു കുളിച്ചത് എങ്ങോട്ട് കയറിപ്പോകുന്നു? പിടിച്ച് പുറത്താക്കടോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് അയാളതാ തള്ളുന്നു. അയ്യേ, തൊട്ടപ്പോൾ തന്നെ നാറ്റം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സെക്യൂരിറ്റികൾ ആ കുട്ടിയെ പിടിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ പെട്ടെന്ന് ഉമ്മർ ഹാജി പറഞ്ഞു, വേണ്ട. ശരിക്കും എല്ലാവരും നെട്ടിത്തിരിച്ചു. എന്താ അയാളുടെ ഉദ്ദേശം? എന്താ?
ഇത്രയ്ക്കും വലിയ കോടിക്കണക്കിന് രൂപ കൊണ്ട് സെറ്റാക്കിയ സ്റ്റേജകവും ഈ ഒരു ഹാളും ഇത്രയധികം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു മുഷിഞ്ഞൊരു ദാരിദ്ര്യം പിടിച്ച പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരികയോ? എന്നാൽ ഉമ്മർ ഹാജി വീണ്ടും പറഞ്ഞു, വേണ്ട, അവളെ ഉപദ്രവിക്കണ്ട, അവൾ വരട്ടെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. കണ്ണുകളിൽ പേടിയും ഉണ്ടായിരുന്നു. കുട്ടി കുട്ടി കുട്ടിക്ക് എന്താ പാടാൻ കഴിയോ? ഉമ്മർ ഹാജിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആ കഴിയും. ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും ജനങ്ങൾക്കിടയിൽ പാടുകയാണ്. തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോന്നേക്കണം. കൂടുതൽ അവിടെ നിന്ന് ഇടങ്ങാറാവരുത്, മനസ്സിലായല്ലോ? എന്നാൽ ആ കുട്ടിക്ക് ഒരവസരം അതാ അയാൾ കൊടുക്കുന്നു. കാരണം അത്രക്കും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ചതിച്ച പോലെയല്ലല്ലോ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി. അങ്ങനെ അതാ അവൾ സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജിലെ മൈക്ക് വളരെയധികം ഉയരത്തിലായിരുന്നു. എല്ലാവരും ദേഷ്യത്തോടെയും പരിഹാസത്തോടു കൂടിയും നോക്കി. അയ്യേ, ഈ ഒരു ചെത്തല പെണ്ണിൻ്റെ പാട്ട് കേൾക്കാനാണോ നമ്മൾ വന്നത്? എന്ത് കഴുതരാഗമാണാവോ പാടുക. ഏതായാലും വല്ലാത്തൊരു മോശമായിപ്പോയി. ഇത്രക്ക് ഇങ്ങനത്തെ ഒരു വിവാഹം കണ്ടിട്ടില്ല. പലരും പല രീതിയിലും. അവൾ പാടാൻ ഒരുങ്ങുമ്പോഴും എല്ലാവരും ഫോണിൽ കളിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടും അങ്ങനെ അവളുടെ പാട്ടൊരിക്കൽ പോലും കേൾക്കരുത് എന്നുള്ള ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ആ കുഞ്ഞിനെ മൈക്ക് ഒരുപാട് ഉയരത്തിലായിരുന്നു. പെട്ടെന്ന് അതാ അവിടുന്ന് ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആൾ വന്ന് മൈക്ക് റെഡിയാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരുങ്ങിക്കെട്ടൊക്കെ വന്നത്. ശരിക്കും ആ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം പരിഹാസം തോന്നി. പലർക്കും ഇറങ്ങിപ്പോകണം എന്നുവരെ തോന്നിപ്പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതാ പതുക്കെ പാട്ടിലേക്ക് കടക്കുകയാണ്. മ്യൂസിക് ഒരു നിമിഷം അവർ പതുക്കെ ഒന്ന് ഓൺ ചെയ്തു കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ അതാ അവൾ ആ മനോഹരമായ ഗാനം പാടിത്തുടങ്ങി. എല്ലാവരും പല സംസാരങ്ങളിലായി മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ മനോഹരമായ ശബ്ദത്തോടു കൂടിയുള്ള ആ ഒരു പാട്ട് കേട്ടവർ നിശബ്ദയായി അത് കേട്ടുകൊണ്ടിരുന്നു. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പൊന്നുമോളുടെ മനോഹരമായ ശബ്ദത്തിലുള്ള പാട്ട് ആ ഓഡിറ്റോറിയമാകെ അലയടിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും നിശബ്ദമായി. ഇത്രക്കും മനോഹരമായ പാട്ടോ ആ പെൺകുട്ടി പാടുന്നത്? എന്നാൽ അവളുടെ പാട്ട് കേട്ടവരൊക്കെ കണ്ണുകളിൽ വെള്ളം നിറച്ചു. ശരിക്കും ഉമ്മർ ഹാജിയും ഞെട്ടിത്തരിച്ചു പോയി. ഒരിക്കൽ പോലും ആ ചെറിയ പെൺകുട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു പാട്ട് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അവളുടെ ആ പാട്ട് വളരെയധികം മനോഹരമായിരുന്നു. ആരെയും പിടിച്ചുലക്കുന്നതായിരുന്നു. കാരണം അതിലെ അർത്ഥവത്തായ വരികൾ അത് എല്ലാവരുടെയും മനസ്സിൽ ശരിക്കും തട്ടി. വളരെയധികം മനോഹരമായി പാട്ട് പാടിയ ആ കുട്ടിയുടെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് ഓരോരുത്തരായി അതാ കയറിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. ആ 5 മിനിറ്റ് എങ്ങനെയാണ് പോയതെന്ന് ആർക്കും അറിഞ്ഞില്ല. ശരിക്കും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എല്ലാവർക്കും ആ പൊന്നുമോളെ ഒരു മുത്തം കൊടുക്കണമെന്ന് തോന്നിപ്പോയി. പലരും പല പാരിതോഷികങ്ങളുമായിട്ട് അതാ സ്റ്റേജിലേക്ക് കയറി വരുന്നു. മോളെ, പൊന്നുമോളെ, നീ ഇത്രയധികം പാടുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എല്ലാവരും അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണ മോതിരങ്ങളും ക്യാഷും ഓരോന്നായിട്ട് ഗിഫ്റ്റായിട്ട് ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അവളുടെ പാട്ടുകൾ കേട്ട് ആ അമ്മ അവിടെ കരയുന്നുണ്ടായിരുന്നു. അതെ, തൻ്റെ മോൾക്ക് ഈ ഒരു ഓഡിറ്റോറിയത്തിലെങ്കിലും പാടാനൊരു അവസരം കിട്ടിയല്ലോ എന്നോർത്ത്. ശരിക്കും അവിടെ വന്ന ഗസ്റ്റുകളൊക്കെ ഉമ്മർ ഹാജി അഭിനന്ദിച്ചു. ഹൗ, ഇത്രക്കും നല്ലൊരു ഗായിക മോള് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. വെറുതെ അല്ല നിങ്ങൾ സിത്താര നർഗീസിനൊക്കെ വിളിച്ചത്. അവളേക്കാൾ 10 മാറ്റായിട്ട് ഈ കുട്ടി പാടുന്നുണ്ടല്ലോ. എന്നാൽ സമ്മാനങ്ങൾ ഒന്നും തന്നെ അവൾ സ്വീകരിച്ചില്ല. അവൾ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങൾ എന്നെ അംഗീകരിച്ചല്ലോ, അതുമാത്രം മതി. നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ വാക്കുകൾ അതായിരുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അതാ ഉമ്മർ ഹാജി സ്റ്റേജിലേക്ക് കയറി ആ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നമ്മുടെ എല്ലാം പൊന്നുമോളാണ് ഇത്. എന്നാൽ അപ്പോഴേക്കും മണവാട്ടിയും മണവാളനും അങ്ങോട്ട് കയറി വന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ആ ഒരു വലിയ ഡയമണ്ട് നെക്ലേസ് അത് ഷാനയ്ക്ക് വേണ്ടി അവിടെ സമർപ്പിക്കുകയായിരുന്നു. പിതാവേ, ഈ ഡയമണ്ട് നെക്ലേസ് ഒരിക്കലും എനിക്കല്ല, അതാ അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അതായിരുന്നു ഉമർ ഹാജിയുടെ മകളുടെ ആവശ്യം. അങ്ങനെ അതാ ആ ഡയമണ്ട് നെക്ലേസ്, കോടിക്കണക്കിന് രൂപ വരുന്ന ഡയമണ്ട് നെക്ലേസ്
സമ്മാനമായി നൽകുമ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, ഇതൊന്നും എനിക്ക്, നിങ്ങൾ എന്നെ അംഗീകരിച്ചല്ലോ, അത് മാത്രം മതി. പക്ഷേ എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി അതവർക്ക് നൽകി. സത്യം പറഞ്ഞാൽ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അതാ ആ പെണ്ണ് എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ഗായികയായി മാറുകയായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ അത് കേൾക്കാനിടയായി. അപ്പോൾ തന്നെ അങ്ങോട്ട് കടന്നു വന്നു, പൊന്നുമോളെ, നിന്റെ സംഗീതം എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. നീ മനോഹരമായി പാടുന്നുണ്ട്. എൻ്റെ കൂടെ എത്ര പ്രതിഫലം വേണം വരുവാൻ? നിങ്ങളുടെ ഒരു സംഗീതത്തിന് അത്രമേൽ ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. എത്ര ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. ഒരു പാട്ട് എനിക്ക് വേണ്ടി മോള് പാടണം. ശരിക്കും അതെ, അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുപോയി. മോൾ കരയരുത്. മോളുടെ ശബ്ദം ശരിക്കും ഒരു മാജിക് പോലെയാണ്. വളരെയധികം മനോഹരമായ, ആരെയും വിസ്മയിപ്പിക്കുന്ന ശബ്ദമാണ് മോളുടേത്. അതുമാത്രമല്ല, മോള് പാടുന്ന ഓരോ പിച്ചും വളരെയധികം ഗംഭീരമായിട്ട് തന്നെ മോള് അവതരിപ്പിച്ചിരിക്കുന്നു. സത്യമായിട്ടും പൊന്നുമോളെ, ഞാൻ വിളിച്ചോട്ടെ ഒരു ദിവസം? മോൾക്ക് എത്രയാണ് പ്രതിഫലം? എൻ്റെ കൂടെ ഒന്ന് പാടാൻ വരുമോ? അങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങളും കൊണ്ട്, അതുമാത്രമല്ല അതിനിടയിൽ പലരും ബുക്ക് ചെയ്യുന്നുമുണ്ട്. മോളെ, എൻ്റെ വീട്ടിൽ ഫംഗ്ഷനുണ്ട്, എൻ്റെ ഓഫീസിൽ പരിപാടിയുണ്ട്, എനിക്ക് ഉദ്ഘാടനമുണ്ട്, എൻ്റെ ഷോപ്പ്, മോള് പാടാൻ വരുമോ എന്നുള്ള പല രീതിയിലുള്ള ആളുകളും അവിടെ അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവിടുത്തെ വിവാഹമെല്ലാം കഴിഞ്ഞു. അവർ പഴയ പോലെ ആ ഉമ്മയും മകളും അവരുടെ കൊച്ചു വീട്ടിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഉമ്മർ ഹാജി, അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് കടക്കട്ടെ. അതെ, ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, ഒരുപാട് വീട് വൃത്തിയാക്കുവാനുണ്ട്. ഇനി മുതൽ ഞങ്ങൾക്ക് വീടുകളിലാണ് ജോലി. എന്നാൽ പെട്ടെന്ന് ഉമ്മർ ഹാജി പറഞ്ഞു, വേണ്ട, ഒരിക്കലും നിങ്ങൾ പാത്രം കഴുകേണ്ട ആളുകളല്ല. അതെ, ഈ കുട്ടി ഒരിക്കലും എച്ചിൽ പാത്രം കഴുകേണ്ടവളല്ല. ഇവളുടെ നാവിലൂടെ വരുന്ന ആ ഒരു ശബ്ദം അത്യധികം ലോകം അംഗീകരിക്കപ്പെട്ടതാണ്. വിസ്മയമാണ് അവൾ. അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ പാത്രം കഴുകി ജീവിക്കേണ്ടവരല്ല. നിങ്ങളുടെയുള്ള സത്യം, നിങ്ങളുടെ ആ ഒരു ശബ്ദം, നിങ്ങളുടെ ആ ഒരു മനോഹരമായ കഴിവുകൾ ലോകം അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഒരിക്കലും പോകണ്ട. ഞാനൊരു മ്യൂസിക് സ്കൂള് തുടങ്ങുകയാണ്. അതിലേക്ക് ടീച്ചറായിട്ട് നമ്മുടെ ഈ പൊന്നുമോൾ പോകട്ടെ. ഒരുപാട് ആളുകൾക്ക് പാടാൻ ആഗ്രഹമുണ്ടാവും. അവർക്കെല്ലാം പാട്ടുകൾ ഇവൾ പഠിപ്പിച്ചു കൊടുക്കട്ടെ. എന്താ? ശരിക്കും അയാളുടെ ആ ആവശ്യം കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതെ, എൻ്റെ മോളെ ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം അവർക്ക് മനസ്സിലായി. കൂടുതൽ പാട്ടുകൾ പഠിക്കുവാനും അത് പകർത്തി കൊടുക്കുവാനും അവൾ ശ്രമിച്ചു. എന്നാൽ ഉമ്മർ ഹാജി പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെ. അവർ ഞാൻ നിത്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതെ, നമ്മളെ കുടുംബത്തിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ കുട്ടിയുടെ പാട്ട് എനിക്ക് വേണം. എനിക്ക് ഈ മകളെ സമ്മാനമായിട്ട് തരണം. അതെ, എനിക്ക് ഇടയ്ക്കിടെ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ശരിക്കും ഉമ്മർ ഹാജിയുടെ ആ ഒരു വാക്കുകൾ കേട്ട ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മകളുടെ കഴിവ് നിങ്ങൾ അംഗീകരിച്ചല്ലോ, അതുതന്നെ എനിക്ക് മനസ്സിന് സന്തോഷമുള്ള ഒന്നാണ്. അങ്ങനെ അതാ അവൾ ആ ഒരു സ്കൂളിലെ ടീച്ചറായി മാറുകയാണ്. ഒരു കുഞ്ഞു ടീച്ചർ. എന്നാൽ അവളുടെ മനസ്സിൽ ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കാരണം പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും പണമുള്ളവർക്ക് മാത്രമാണ് പാടാനുള്ള അവസരം നൽകുന്നത്. എന്നാൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ എത്ര കഴിവുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു അവസരം കിട്ടാറില്ല എന്നതാണ്. എന്നാൽ അന്നു മുതൽ അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും തെരുവിലൊക്കെ നടക്കുന്നവർ. അവർക്ക് പാടാൻ കഴിവുള്ളവരുണ്ടാവും. ഉമ്മ, അദ്ദേഹം തന്ന ഈ ഒരു സ്കൂളിലേക്ക് ആ കുട്ടികളെയെല്ലാം നമുക്ക് വിളിച്ചു കൊണ്ടുവരാം. അങ്ങനെയതാ ഷാനയും ഉമ്മയും അതിനു വേണ്ടി പുറപ്പെട്ടു. ഒരിക്കൽ പോലും കുട്ടികളോട് പാടാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചില്ല. അതിന് പകരമായിട്ട് പാട്ട് പാടാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരവസരം തരട്ടെ, അതായിരുന്നു അവൾ പറഞ്ഞത്. എന്നാൽ അവളുടെ സ്കൂളുകളിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറേ കുട്ടികൾ നിറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പാടാൻ കഴിവുള്ള കുട്ടികളെയെല്ലാം ഷാന വാർത്തെടുത്തു കഴിഞ്ഞു. ഒരിക്കലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, താൻ അനുഭവിച്ച കയ്പുനീർ ഒരു കുട്ടിയും അനുഭവിക്കരുത് എന്നതായിരുന്നു ഷാനയുടെ ആഗ്രഹം. അവളുടെ ഇഷ്ടം പോലെ തന്നെ അതാ അവിടെ ഒരുപാട് പാവപ്പെട്ട കുരുന്നുകൾ ചേർന്ന് പഠിച്ചു.
അവർക്ക് എല്ലാവരും സമ്മാനവും നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അവർക്ക് ഉമ്മർ ഹാജി നൽകിയ ഡയമണ്ട് നെക്ലേസ് അതവർ തിരികെ ഏൽപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ, നമുക്കെന്തിനാ ഇത് അല്ലേ? മോളെ, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഉമ്മർ ഹാജിയുടെ അരികിലേക്ക് പോവുകയാണ്. നിങ്ങൾ തന്ന ഈ ഒരു കോടിക്കണക്കിന് രൂപ വരുന്ന ഡയമണ്ട് നെക്ലേസ് ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ഇത്ര വലിയ പാർട്ടികളിലൊന്നും പങ്കെടുക്കാറുമില്ല. എന്നാൽ അത് അദ്ദേഹം പറയുന്നു, പൊന്നു മോളെ, ഇതിൽ നിന്ന് ഒരു രത്നം വിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കോടീശ്വരന്മാരാവും. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്കത് അണിയാൻ താല്പര്യമില്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് തരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു വീടും നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിക് സ്കൂളും അതെല്ലാം സെറ്റാക്കി തരാം. എന്താ, പറ്റുമോ? എന്നാൽ അതിനവർക്ക് സമ്മതമായിരുന്നു. അങ്ങനെയത് ഉമ്മർ ഹാജി ആ പാവപ്പെട്ട മകൾക്കും ഉമ്മക്കും വേണ്ടി നല്ലൊരു വീട് സെറ്റാക്കി കൊടുത്തു. അതിന് തൊട്ടടുത്തായിട്ട് മ്യൂസിക് സ്കൂളും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ സഫലമായി. എന്നാൽ ഈ സമയം അതാ 10 ലക്ഷം പാരിതോഷികം വാങ്ങിച്ചുകൊണ്ട് അന്ന് ഫംഗ്ഷന് വരാതിരുന്ന സിത്താര നർഗീസ്, അവൾ അന്ന് മറ്റൊരു ഫംഗ്ഷനിൽ പാട്ട് പാടുന്നതായിട്ട് വിവരങ്ങൾ കിട്ടിയിരുന്നു. കാരണം ഇവിടെ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഇവിടെ പാടാതെ മറ്റൊരു സ്ഥാപനത്തിൽ പോയി പാട്ട് പാടാനുള്ള കാര്യം മറ്റൊന്നുമല്ലായിരുന്നു. അവിടെ 15 ലക്ഷമായിരുന്നു അവൾക്ക് പാരിതോഷികം കൊടുത്തിരുന്നത്. അതുകൊണ്ട് കുറഞ്ഞു പോയ പാരിതോഷികം ഉള്ളിടത്തേക്ക് അവൾ പോയില്ല, പകരം മറ്റിടത്തേക്ക് പോവുകയായിരുന്നു. ശരിക്കും ഉമ്മർ ഹാജിക്ക് ദേഷ്യവും സങ്കടവുമാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് 20 പറഞ്ഞാൽ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി വേണ്ട, ഒരിക്കൽ പോലും അവളെ ഞാൻ വിളിക്കില്ല ഒരു പരിപാടിക്കും ലക്ഷങ്ങൾ കൊടുത്തിട്ട്. കാരണം ഒരു 5 പൈസ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ആ പെൺകുട്ടി ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ അഭിമാനം കാക്കുവാൻ വേണ്ടി വന്നു. അവളെയാണ് എനിക്ക് ഇനി ആവശ്യം. അങ്ങനെ അതാ റേഡിയോകളിലും ഫോണുകളിലും എല്ലാ സോഷ്യൽ മീഡിയകളിലും ഷാനയുടെ പാട്ടുകൾ വളർന്നുകൊണ്ടിരുന്നു. ശരിക്കും ഒരുപാട് വ്യൂവേഴ്സ് അവൾക്ക് കൂടി വന്നു, ലൈക്കുകൾ കൂടി വന്നു, ഒരുപാട് ക്യാഷും കിട്ടിത്തുടങ്ങി. അങ്ങനെ അതാ പാവപ്പെട്ട എച്ചിൽ പാത്രം കഴുകിയിരുന്ന ഷാന ഇപ്പോൾ നല്ലൊരു കോടീശ്വരിയായ ഗായികയായി മാറി. എന്നാൽ അവൾ ഒട്ടും അഹങ്കരിച്ചില്ല. അവൾ വളർന്നു വലുതാകുന്നതോടുകൂടി പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും പാടുവാൻ കഴിവുള്ളവരെയും ഇല്ലാത്തവരെയും സംഗീതത്തിലേക്ക് അടുപ്പിക്കുവാനും എല്ലാവർക്കും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അവൾ തയ്യാറായി, അവളുടെ സന്മനസ്സുകൊണ്ട്. എന്നാൽ ഉമ്മർ ഹാജി വിചാരിച്ചു, ഒരിക്കലും പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഒന്നും നേടാനാവില്ല. കാരുണ്യമുള്ള മനസ്സുണ്ടെങ്കിൽ, അഹങ്കാരമില്ലാത്ത മനസ്സുണ്ടെങ്കിൽ എല്ലായിടത്തും എല്ലാവരും വിജയിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഷാന. അദ്ദേഹം ഒരു പ്രസംഗവേദിയിൽ അങ്ങനെ പറഞ്ഞു. ഇന്ന് ഷാന നല്ലൊരു പെൺകുട്ടിയായി എല്ലാവർക്കും പാട്ട് അഭ്യസിപ്പിച്ചു കൊടുക്കുകയും പല വേദികളിലും പാടിത്തുടങ്ങുകയും ചെയ്തു. അവളുടെ ആ ഒരു മനോഹരമായ ശബ്ദം, അവളുടെ നിഷ്കളങ്കമായ ആ മനസ്സ് ലോകം ഏറ്റെടുത്തു. എന്നാൽ അഹങ്കാരിയായ പണം മാത്രം കൊതിച്ചിരുന്ന സിത്താര നർഗീസ്, അവൾക്ക് തീരെ ചാൻസുകളില്ലാതെയായി. അവളെ വിളിക്കുന്ന പല വേദികളിലേക്കും ഷാനയെ എല്ലാവരും വിളിച്ചു. അതെ, താൻ പണത്തിനു വേണ്ടി മാത്രം നല്ലൊരു പ്രോഗ്രാം നഷ്ടപ്പെടുത്തി അവരെ മാനഭംഗപ്പെടുത്തിയതാണ്. അതുകൊണ്ടുള്ള ശിക്ഷ അവൾ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ ഷാനയെ ലോകം ഏറ്റെടുത്തു സന്തോഷത്തോടു കൂടെ.